Dear students, welcome to Hindi Chamber. ഞാൻ ബാബു എൻ പനിക്കൽ. ഇത് നമ്മൾ +2 ഹിന്ദി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ഷോർട്ട് ക്വസ്റ്റ്യൻസും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസും അവയ്ക്കുള്ള ആൻസറുകളിലേക്കും കടക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. भारत की स्वतंत्रता की लड़ाई कब शुरू हुई थी? ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരം എന്നാണ് ആരംഭിച്ചത്? ഉത്തരം 1857 में 1857. भारत की लड़ाई 1857 में शुरू हुई थी. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദില്ലി के अंतिम मुगल शासक कौन थे? ദില്ലിയിലെ അവസാനത്തെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ബഹാദൂർ ഷാ ജഫർ. യഹ് ഖത്ത് കിസ്കാ ഹെ? ഈ ലെറ്റർ യഹ് ഖത്ത് ഓർ യഹ് പത്ര രണ്ടും ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ്. യഹ് ഖത്ത് കിസ്കാ ഹെ, ഈ എഴുത്ത് ആരുടേതാണ്? ബഹാദൂർ ഷാ ജഫർ കാ. പത്ര കിസ്കെ നാമേ ഹെ? ലെറ്റർ ആരുടെ പേരിലുള്ളതാണ്? ബഡി ബേട്ടി കുൽസും ജമാനി ബേഗം കെ നാം പർ. മൂത്ത പുത്രിയായ കുൽസും ജമാനി ബേഗത്തിന്റെ പേരിൽ ഉള്ളതാണ്. ബാരാത്ത് കി അഗവാനി കെ സേഹരെ കിനോനെ ലിഖി? വിവാഹ പാർട്ടിയുടെ ഗീതങ്ങൾ ആരാണ് എഴുതിയത്? बारात की अगवानी के सेहरे सम्राट के दरबारी कवि गालिब और जौक ने लिखे. വിവാഹ പാർട്ടിയുടെ ഗീതങ്ങൾ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ കവികളായ ഗാലിബും ജൗക്കും ആണ് എഴുതിയത്. ആറാമത്തെ ചോദ്യം. തോഹഫെ കെ ബദലെ ബഹാദൂർ ഷാ ने क्या दिया? സമ്മാനങ്ങൾക്ക് പകരമായി ബഹാദൂർ ഷാ ജഫർ എന്താണ് നൽകിയത്? തോഹഫയ്ക്ക് ബദലെ ബഹാദൂർ ഷാ ജഫറിനെ റാണി കാ ഏക് ഹാർ ദേ ദിയ. റാണിയുടെ ഭാര്യയുടെ ഒരു ഹാരം കൊടുത്തു. ഏഴാമത്തെ ചോദ്യം. മേരെ ഭാരത്വാസിയോ കിസ്കാ ഭാഷൺ ഹേ? മേരെ ഭാരത്വാസിയോ എന്ന് പറയുന്നത് ആരുടെ പ്രസംഗമാണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കാ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗമാണ്. അടുത്തത് എട്ടാമത്തെ ചോദ്യം. പാരാമാരിബോ ഷഹർ ലേഖക് കോ ഭാരതീയ ഷഹർ ജൈസ ക്യോം ലഗ? പാരാമാരിബോ പട്ടണം ലേഖകന് ഭാരതീയ പട്ടണമായിട്ട് അനുഭവപ്പെടാൻ അല്ലെങ്കിൽ തോന്നാൻ എന്താണ് കാരണം? കാരണം നോക്കാം. വഹാം കെ 37% ലോഗ്, അവിടുത്തെ 37% ആളുകളും ഭാരതീയ മൂൽക്കേഹെ, ഭാരതത്തിൽ ജനിച്ചവരാണ്. പാരാമാരിബോ ഷഹർ മേം സർവത്ര ഭാരതീയ ഹി ഭാരതീയ ദിക്തേ ഹെ. പാരാമാരിബോ പട്ടണത്തിൽ എവിടെ നോക്കിയാലും സർവത്ര ഭാരതീയരെ മാത്രമാണ് കണ്ടിരുന്നത്. ഇസ്ലിയെ ഭാരതീയ ഷഹർ ജൈസ ലഗ, ഇസ്ലിയെ ലേഖക് കോ ഭാരതീയ ഷഹർ ജൈസ ലഗ, അതുകൊണ്ടാണ് ലേഖകന് ഇത് ഭാരതീയ പട്ടണമാണ് എന്ന് തോന്നിപ്പോയത്. ഒൻപതാമത്തെ ചോദ്യം. സാത്തവാം വിശ്വ ഹിന്ദി സമ്മേളൻ കഹാം ഹോനെ വാലാ ഹെ? ഏഴാമത് വിശ്വ ഹിന്ദി സമ്മേളനം എവിടെയാണ് നടക്കാൻ പോകുന്നത്? സൂരിനാമേം, സൂരിനാമിലാണ് നടക്കാൻ പോകുന്നത്. പത്താമത്തെ ചോദ്യം. ഹമാരി പീഠി കെ സബ്സെ മഹാൻ വ്യക്തി കി മഹത്വാകാംക്ഷ ക്യാ ഹെ? നമ്മുടെ തലമുറയിലെ ഏറ്റവും മഹാനായ വ്യക്തിയുടെ മഹത്വാകാംക്ഷ
എന്തായിരുന്നു? ഹരേക്ക് ആംഖ് സേ ആംസു ബിഡ്ജായും, ഓരോ മനുഷ്യന്റെയും കണ്ണുകളിൽ ഉണ്ടാവുന്ന കണ്ണുനീര് ഇല്ലാതെ വരുത്തണം. ഇതായിരുന്നു ആ ചോദ്യത്തിന്റെ ഉത്തരം. നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കാം. ദോസ്തി ഗീത് കെ സംഗീതക്കാർ കോൻ ഹേ? ദോസ്തി എന്ന ഗീതത്തിന്റെ സംഗീതക്കാർ ആരാണ്? R.D. ബർമൻ. 12ാമത്തെ ചോദ്യം. സപ്പന ദേഖ്നെ വാലി മസ്ദൂരിൻ കഹാം രഹത്തി ഹേ? സ്വപ്നം കാണുന്ന ആ തൊഴിലാളി സ്ത്രീ എവിടെ താമസിക്കുന്നു? ചോമ്പടി മേം. ഭൂൽ ഗയി ശബ്ദ ക സമാനാർത്ഥി ശബ്ദ ക്യാ ഹേ? ഭൂൽ ഗയി എന്ന ശബ്ദത്തിന് സമമായിട്ടുള്ള ശബ്ദമേതാണ്? ബിസരി. 14ാമത്തെ ക്വസ്റ്റ്യൻ. രജ് ക സമാനാർത്ഥി ശബ്ദ ക്യാ ഹേ? രജ് എന്ന പദത്തിന് സമാനമായിട്ടുള്ള ശബ്ദമേതാണ്? ബ്രാക്കറ്റിൽ 3 ഉത്തരങ്ങൾ തന്നിരിക്കും. അതിൽ നിന്ന് ധൂൽ എടുത്തെഴുതുക. ധൂൽ എന്ന് പറഞ്ഞാൽ രജ്, രജ് എന്ന് പറഞ്ഞാൽ ധൂൽ എന്ന് പറഞ്ഞാലും പൊടി എന്നാണ് അർത്ഥം. മാതൃഭൂമി കിസ്കി രചന ഹേ? ശ്രീ മൈഥിലി ശരൺ ഗുപ്ത ജി. രാഷ്ട്രകവി നാം സേ വിഖ്യാത് വ്യക്തി കോൻ ഹേ? ദേശീയ കവി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ശ്രീ മൈഥിലി ശരൺ ഗുപ്ത ജി. ധർത്തി ക പരിധാൻ ക്യാ ഹേ? ധർത്തിയുടെ പരിധാൻ എന്താണ്? ആവരണം എന്താണ്? നീലേ രംഗ് ക ആകാശ്. അതാണ് ഉത്തരം. 18ാമത്തെ ചോദ്യം. കവി കൈസെ ബഡേ ഹുയേ? കവി എങ്ങനെയാണ് വലുതായത്? മാതൃഭൂമി കി ധൂൽ മേം ലോട്ട് ലോട്ട് കർ. മാതൃഭൂമിയുടെ പൊടിപടലങ്ങളിൽ ലോട്ട് ലോട്ട് കർ ഉരുണ്ടു പെരണ്ടാണ് കവി വലുതായത്. 19ാമത്തെ ചോദ്യം. മാതൃഭൂമിക്ക് കരഖനി ക്യാ ഹേ? മാതൃഭൂമിയുടെ അരഞ്ഞാണം എന്താണ്? മാതൃഭൂമിക്ക് കരഖനി സമുദ്രി ഹേ? സമുദ്രമാണ് മാതൃഭൂമിയുടെ കരഖനി. 20ാമത്തെ ചോദ്യം. നദിയോം ഔർ ഫൂലോം കാ വർണ്ണൻ കവി ने किस प्रकार किया है? നദികളെയും പൂക്കളെയും കവി എപ്രകാരമാണ് വർണ്ണിച്ചിരിക്കുന്നത്? നദിയാം പ്രേം की धाराएं है, फूल और आकाश के नक्षत्र उसके अलंकार है. നദികൾ സ്നേഹപ്രവാഹങ്ങളും പുഷ്പങ്ങളും ആകാശത്തിലെ നക്ഷത്രങ്ങളും അവരുടെ അലങ്കാരവുമാണ്, അഥവാ ഭൂമിദേവിയുടെ അലങ്കാരവുമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 21ാമത്തെ ചോദ്യം. മാതൃഭൂമി കെ ലിയേ കവി ക്യാ കർണ ചാത്തെ ഹേ? മാതൃഭൂമിക്ക് കവി എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു? മാതൃഭൂമി കെ ലിയേ കവി അപ്പന സർവസ്വ സമർപ്പിത് കർണ ചാഹത്തെ ഹേ? മാതൃഭൂമിക്ക് വേണ്ടി കവി തന്റെ എല്ലാം സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു.